നമസ്കാരം. പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നു. നിലവിൽ ഭരണപരിചയമുള്ള ആളെ താൽക്കാലിക പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചുകൊണ്ട് ഭരണപരിപാടികൾ തുടരാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് ഇടക്കാല പ്രധാനമന്ത്രിയെ മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 1 വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് 41-കാരനായ അൽ ബഷീർ. ഈ ഭരണപരിചയമാണ് പുതിയൊരു സിറിയൻ സർക്കാരിനെ കെട്ടിപ്പടുക്കാൻ അൽ ബഷീറിനെ നിയമിക്കാൻ കാരണം. എഞ്ചിനീയറായ ഇദ്ദേഹത്തിന് ഇഡ്ലിബ് സർവകലാശാലയിൽ നിന്ന് ശരിയത്ത് നിയമത്തിൽ ബിരുദമുണ്ട്. പുതിയ സർക്കാർ ഇസ്ലാമിക സ്വഭാവത്തിലുള്ളതാകുമെന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അൽ ബഷീറിന്റെ നിയമനം. അതേസമയം സിറിയയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിനിടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. വിമതർ കൈയടക്കിയ സിറിയൻ സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ചൊവ്വാഴ്ചയും വ്യോമാക്രമണം തുടർന്നു. ദമാസ്കസിനടുത്ത് വരെ എത്തിയെന്ന റിപ്പോർട്ടുകളിൽ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു. സിറിയയ്ക്കുള്ളിൽ 400 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കരുതൽ മേഖലയ്ക്കപ്പുറം കടന്നിട്ടില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു. 1973 യുദ്ധത്തിലാണ് ഇസ്രായേൽ ഈ പ്രദേശം പിടിച്ചെടുത്തത്. എന്നാൽ കരുതൽ മേഖലയ്ക്ക് കിഴക്ക് കിലോമീറ്ററുകൾ അകലെ ഖത്താനിയയിൽ ഇസ്രായേൽ സൈന്യം എത്തിയെന്ന് സിറിയൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയാണ് ഡമാസ്കസ്. ഡമാസ്കസിന് വടക്ക് ബെർസേഹിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഗവേഷണ കേന്ദ്രം വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ തകർത്തു. ലഡാക്കിയ തീരത്ത് നങ്കൂരമിട്ടിരുന്ന 10 നാവികസേനാ കപ്പലുകളും തകർത്തുവെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. രാസായുധ നിർമ്മാണശാല എന്ന് പറഞ്ഞ് 2018 US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ബർസേ കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട്. അതേസമയം സിറിയയിലെ പുതിയ അധികാരികളുമായി സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു. പക്ഷേ ഞായറാഴ്ച അസദ് സർക്കാർ വീണുകഴിഞ്ഞുള്ള ദിവസങ്ങളിലായി ഇസ്രായേൽ സിറിയയിൽ 310 വ്യോമാക്രമണം നടത്തി. സിറിയൻ സംഘർഷത്തിൽ ഇടപെടുകയല്ല, ആത്മരക്ഷയ്ക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ UN രക്ഷാസമിതിയിൽ പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തെ ഈജിപ്തും ഖത്തറും സൗദി അറേബ്യയും അപലപിച്ചു. സുരക്ഷിതത്വം വീണ്ടെടുക്കാനുള്ള സിറിയയുടെ സാധ്യതകളെ തകർക്കുന്ന നീക്കമാണിതെന്ന് സൗദി പറഞ്ഞു. അതിനിടെ ഡമാസ്കസിൽ ജീവിതം സാധാരണ നിലയിലായി തുടങ്ങി. അസദിന്റെ പതനത്തിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചു, കടകളും തുറന്നു. റോഡ് ഗതാഗതം സാധാരണ നിലയിലായി. ശുചീകരണ തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും പണിയെത്തി. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം മൂലം മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടേണ്ടി വന്ന അനേക ലക്ഷങ്ങൾക്ക് തിരിച്ചുവരവിന് അവസരമൊരുങ്ങിയതോടെ സിറിയയിലേക്ക് അഭയാർത്ഥികൾ ഒഴുകിയെത്തിയേക്കും. 2011 പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിൽ 5 ലക്ഷം പേർ കൊല്ലപ്പെട്ടപ്പോൾ 1.3 കോടി പേരാണ് നാടുവിട്ടത്. 2024 കണക്കുകൾ പ്രകാരം അവരിൽ 74 ലക്ഷം പേർ ഇപ്പോഴും അഭയാർത്ഥികളായി കഴിയുകയാണ്. ഇതിൽ 49 ലക്ഷവും അയൽ രാജ്യങ്ങളിലാണ്. തുർക്കി, ലെബനൻ, ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. തുർക്കി 31 ലക്ഷം, ലെബനൻ 7,74,000, ജർമ്മനി 7,17,000, ജോർദാൻ 6,28,000, ഇറാഖ് 2,86,000, ഈജിപ്ത് 1,56,500, ഓസ്ട്രിയ 98,000, സ്വീഡൻ 87,000, നെതർലൻഡ്സ് 65,500, ഗ്രീസ് 51,000 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഏറ്റവും കൂടുതൽ പേരുള്ള തുർക്കി ഇവർക്ക് പൗരത്വം നൽകിയില്ലെങ്കിലും മറ്റ് ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ലെബനനിൽ ഔദ്യോഗികമായി 7.5 ലക്ഷത്തിലേറെയാണെങ്കിലും രേഖപ്പെടുത്താത്തവർ കൂടി ചേരുമ്പോൾ 15 ലക്ഷം വരും. അഥവാ രാജ്യത്തെ ജനസംഖ്യയുടെ 1/5 സിറിയൻ അഭയാർത്ഥികളാണ്. കൂട്ടമായി അഭയം നൽകി അംഗല മെർക്കലാണ് ജർമ്മനിയെ സിറിയൻ അഭയാർത്ഥികളുടെ ഇഷ്ടതാവളമാക്കിയത്. അടുത്തിടെ വിവിധ വിമത കക്ഷികൾ പല ഭാഗങ്ങളിലും പിടിമുറുക്കുകയും ബഷാറിന് നിയന്ത്രണം കുറയുകയും ചെയ്തതോടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് തിരികെ പോകു തുടങ്ങിയത് സമീപ നാളുകളിൽ കൂടുതൽ ശക്തമായതായിട്ടാണ് കണക്കുകൾ. 2024 ആദ്യ 8 മാസങ്ങളിൽ 34,000 പേർ സിറിയയിൽ തിരിച്ചെത്തിയിരുന്നു. അതിനാണ് ഇപ്പോൾ കൂടുതൽ തീവ്രത കൈവന്നിരിക്കുന്നത്. എന്നാൽ ഏറെ പേരും അനിശ്ചിതത്വം നിലനിൽക്കുന്ന മാതൃരാജ്യത്തേക്ക് ഉടനൊന്നും മടങ്ങിയിട്ടില്ല. 100 കണക്കിന് അഭയാർത്ഥികൾ തുർക്കിയുടെ ദക്ഷിണ മേഖലകളിലെ 2 അതിർത്തികളിൽ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. സിൽവേഗോസു, ഒൻകിപ്പിനാർ അതിർത്തി ഗേറ്റുകൾ വഴിയാണ് മടക്കം.